നമ്മളിൽ പലരും ചിന്തിക്കാറുള്ളത് ബഡ്ജറ്റീവായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ പോയിട്ട് MBBS പഠിച്ചു കഴിഞ്ഞാൽ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കുറയുമോ എന്നുള്ളൊരു കാര്യം പലർക്കും ഡൗട്ട് ഉണ്ടല്ലേ. സോ കറന്റ്ലി ഞാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോർജിയയിലെ ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള ടിബിലിസിയിലുള്ള ഗ്രിഗോൾ യൂണിവേഴ്സിറ്റിയുടെ പേഷ്യൻ സിമുലേഷൻ സെന്ററിലാണുള്ളത്. ഓൾറെഡി ഗ്രിഗോൾ യൂണിവേഴ്സിറ്റിയുടെ ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പേഷ്യൻ സിമുലേഷൻ സെന്ററും അത് കൂടാണ്ട് അവരുടെ ഹോസ്റ്റലാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ അക്കാഡമിക്സിനപ്പുറം അവർക്ക് വേറെ എന്തൊക്കെ ഫെസിലിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യമാണ് നമ്മളൊന്ന് നോക്കാനായിട്ട് പോകുന്നത്. പേഷ്യൻ സിമുലേഷൻ സെന്റേഴ്സ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഞാൻ ടിബിലിസിയിൽ കണ്ട പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ നോക്കുന്ന സമയത്ത് വൺ ഓഫ് ദ ബെസ്റ്റ് പേഷ്യൻ സിമുലേഷൻ സെൻ്റർ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഗ്രിഗോൾ എന്ന് പറയേണ്ടി വരും. അത്രയേറെ വലിയ ഒരു ഏരിയ, അതായത് ഒരു ബ്ലോക്കിൻ്റെ ഒരു ഗ്രൗണ്ട് ഫ്ലോർ അറൗണ്ട് മോർ ദാൻ ഒരു 4000 സ്ക്വയർ ഫീറ്റിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അവർ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പേഷ്യൻ സിമുലേഷൻ സെൻറ്റർ ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോർജിയയിൽ എസ്പെഷ്യലി ടിബിലിസിയിലുള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ എടുക്കുന്ന സമയത്ത് സ്വന്തമായിട്ട് യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി കൂടിയാണ് ഗ്രിഗോൾ യൂണിവേഴ്സിറ്റി. സോ നമുക്കൊരു കാര്യം ചെയ്തേക്കാം, എന്തൊക്കെയാണ് ഇവിടെയുള്ള വിശേഷങ്ങളെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ വരുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ആംബുലൻസിൻ്റെ ഒരു സിമുലേഷൻ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ബിക്കോസ് MBBS പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് എന്ന് പറയുന്നത് എമർജൻസി മെഡിസിൻ എന്ന് പറയുന്നത് അല്ലേ. സോ അതിനുവേണ്ടി തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിട്ടിക്കൽ കെയർ ആൻഡ് എമർജൻസി മെഡിസിന് വേണ്ടി നമ്മുടെ വരുന്ന സമയത്ത് തന്നെ മോർ ദാൻ ഒരു 2000 സ്ക്വയർ ഫീറ്റിനകത്ത് ഒരു ആംബുലൻസ്, അത് കൂടാണ്ട് എന്താണ് ഒരു ആക്സിഡന്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ കെയറിലോട്ട് വരുന്നൊരു പേഷ്യന്റിന് കൊടുക്കേണ്ട എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് അവരുടെ സിമുലേഷൻ സെന്റർ കാണാം, അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഹോസ്റ്റലിന്റെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം.